നമസ്കാരം, ശ്രീജറായാണ്. ഈ എമ്പുരാൻ സിനിമ ഇറങ്ങിയത് കൊണ്ട് രണ്ട് തരത്തിലുള്ള ആളുകൾക്കാണ് ഗുണമുണ്ടാകണം. ഒന്ന്, ഈ സിനിമയ്ക്ക് വേണ്ടി പൈസ മുടക്കിയ ആളുകൾക്ക് ഗുണമുണ്ടാകും. മോഹൻലാലിന്റെ പടം കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ കൊണ്ട് പടം കാണിപ്പിക്കാനുള്ള ശ്രമങ്ങളും അവർ കാണാനുള്ളൊരു സംഭവം നിമിഷ നേരം കൊണ്ട് പൃഥ്വിരാജ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഗുണമുള്ളത് സത്യം പറഞ്ഞ സംഘപരിവാറുകാർക്കാണ്. ഇപ്പറയുന്ന സംഘപരിവാറുകാരെ നരേന്ദ്രമോദിനെയും BJP-ക്കാരെയൊക്കെ ഗുജറാത്തും ശൂലവും ഒക്കെ പറഞ്ഞ് വർഷങ്ങളായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അതിന്റെ ഏറ്റവും വലിയ ഗുണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ BJP-ക്കാർക്കും സംഘപരിവാറിനും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗോദ്ര കലാപത്തെക്കുറിച്ചും ഗോദ്ര ട്രെയിൻ തീവെപ്പിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരൊക്കെ തന്നെ ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പല ആളുകളും അതിനെപ്പറ്റി പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോ ഞാൻ കണ്ടത് സബർമതി റിപ്പോർട്ട് എന്നൊരു സിനിമ, ഒരു ഹിന്ദി സിനിമ, C5 അതിനകത്ത് പോയിട്ട് ഇന്ന് കാണേണ്ടി വന്ന്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി വ്യക്തമായ ധാരണ നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇറങ്ങിയത് കൊണ്ടുള്ള ഗുണം ഉണ്ടായേക്കണത് ഒന്ന് പൃഥ്വിരാജും അതുപോലെ ആ പൈസ മുടക്കിയ ആൾക്കാർക്കും. കാരണം മോഹൻലാലിന്റെ സിനിമ ജീവിതത്തിൽ കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, സിനിമക്ക് പോകാത്ത ആൾക്കാർ വരെ സംഘപരിവാറിനെതിരെ എന്ന് പറയാൻ നേരത്ത് സിനിമ കാണാൻ വേണ്ടി പോകും. അതുകൊണ്ട് തന്നെ ഒരുമാതിരി കാശ് ഒപ്പിക്കാൻ അവർക്ക് പറ്റും. പിന്നുള്ള ഗുണമുള്ള സത്യം പറഞ്ഞാൽ ഈ ഗുജറാത്ത് കലാപവും ഈ ശൂലവും ഭ്രൂണവും ഒക്കെ പറഞ്ഞ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് ഈ നുണ പറഞ്ഞ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിനെ വളർത്തിയെടുത്ത ആളുകളുണ്ട്. അത് വീണ്ടും വളരാനായിട്ട് ഉപയോഗിക്കുള്ളൂ. കാരണം ഇതിനെപ്പറ്റി ആളുകൾ പഠിക്കും, സത്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കും. അപ്പൊ ഏതായാലും പൃഥ്വിരാജെ വളരെ സന്തോഷം. ചർച്ചകൾ ഇതുപോലെ വാരിയംകുന്നിന്റെ കേസ് പൃഥ്വിരാജ് ഇങ്ങനെ വാരിയംകുന്നിന് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇതിനെപ്പറ്റി വ്യക്തമായ ചർച്ചകൾ നടന്ന് ഇതിനെപ്പറ്റി വ്യക്തമായ പഠനങ്ങൾ, പല പോസ്റ്റുകൾ, പല ചരിത്രങ്ങളൊക്കെ, നമ്മളറിയാത്ത ചരിത്രങ്ങളൊക്കെ പൊങ്ങി വന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി. അപ്പൊ ഇതറിയാത്തവരെ വരെയും ഗുജറാത്ത് കലാപം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ഇന്നത്തെ തലമുറ വരെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എമ്പുരാൻ സിനിമ കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം അതൊക്കെ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കുള്ള ഈ സിനിമ എടുക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെ തന്നെ അതിനെ എതിർക്കാനുള്ള, വിമർശിക്കാനുള്ള അവകാശം ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കുണ്ട്. അപ്പൊ ആ ജനങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കും. വിമർശിക്കുന്ന സമയത്ത് അത് സൈബർ ആക്രമണം എന്ന പേരിൽ വലിയൊരു പദമൊക്കെ ചേർത്തുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. അത് വിമർശനമാണ്, വിമർശിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പറയണത് തെറ്റാണെങ്കിൽ ചിലപ്പോ പല ആളുകളെ തമ്മിൽ തല്ലി പിടിപ്പിക്കാനുള്ള വിഷയങ്ങൾ ആ സിനിമയിൽ ഉണ്ടെങ്കിൽ ഒരു വിഭാഗത്തെയും ചില ആളുകളെയൊക്കെ മാത്രം നല്ലതാണെന്ന് കാണിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സിനിമയിൽ ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞെന്ന് പറയും. അത് വിമർശനമാണ്. അതിനെ സൈബർ ആക്രമണം എന്നൊക്കെ പറഞ്ഞ് കാര്യമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് വിമർശനങ്ങൾ തുടരും കേട്ടാ. എമ്പുരാൻ കാണുന്നവര് കണ്ടോളൂ, കാണാത്തവര് കാണണ്ട. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം തന്നെയാണ്. അപ്പൊ ഏതായാലും മോഹൻലാലിന് ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാർ അടിച്ച് കയറി അങ്ങോട്ട് പോണുണ്ട്. കോളടിച്ച് പൃഥ്വിരാജിനും കാശിറക്കാൻ മാറിക്കുക അതൊക്കെ